അങ്ങനെ നാദരയുടെ മാത്രം ഉറപ്പിന്മേൽ നമ്മളത് ജെ അല്ലെന്ന് സ്ഥിരീകരിക്കണ്ട. ഈ കേസിൽ ഒരിക്കൽ സംശയിക്കപ്പെട്ട സ്ത്രീയാണവർ. അതുകൊണ്ട് നോർമലൈസേഷൻ ഗീത ഒന്നുകൂടെ കാണിക്കാം. അതല്ലെങ്കിൽ അച്ഛൻ എന്ന നിലയിൽ ജയദേവനെ കൊണ്ടുവരേണ്ടി വരും. സത്യത്തിൽ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാനാവും നാദർ ഓടി വന്നത്. അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പോലീസിന് എന്ത് ബുദ്ധിമുട്ട്? ഇതുപോലൊരു സാഹചര്യത്തിൽ എല്ലാ ഒളിച്ചുകളികളും പൊളിക്കേണ്ടി വരും. അത് ശരി തന്നെ. പക്ഷേ കൃത്യമായൊരു ഉറപ്പില്ലാതെ നാദർ ഇങ്ങനൊരു അഭിപ്രായം പറയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അന്യായ ഒരു സ്ത്രീയുടെ അഭിപ്രായത്തിൻ്റെ മേൽ ജയയുടെ സ്വന്തം അമ്മയുടെ കണ്ടെത്തൽ തള്ളിക്കളയാൻ പറ്റുമെന്ന. ജയയുമായി വളരെ കാലത്ത് അടുപ്പമുള്ളവരല്ലേ ഹമീദും ആര്യയും മണിയമ്മയൊക്കെ. നിങ്ങളൊക്കെ കണ്ട് സ്ഥിരീകരിച്ച ഒരു കാര്യം ഈ അടുത്ത കാലത്ത് മാത്രം ജയയുമായി ബന്ധമുള്ള നാദിറയുടെ കണ്ടെത്തലിന് മുന്നിൽ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ പോലീസിന് എന്തായാലും കഴിയില്ല. അത് ആ നേരത്തെ ഗീതയുടെ വെപ്രാടത്തിനിടയിൽ ഞങ്ങൾക്കാർക്കും ശരിക്കും ഡെഡ് ബോഡി ശ്രദ്ധിക്കാനായിട്ടില്ല സുഭാഷ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണ്ടേ ഹമീദ്? നമുക്കൊന്നുകൂടി വിശദമായി കണ്ടേക്കാം. സർ, യെസ്. അത് ജയല്ല. ആ കുട്ടിയുടെ യഥാർത്ഥ രക്ഷിതാക്കൾ വന്ന് ഡെഡ് ബോഡി കൺഫേം ചെയ്തു. ഡ്രസ്സും ഓർണമെന്റ്സും ബോഡിയിലെ മറ്റടയാളങ്ങളും അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഗീതയുടെ ആ സമയത്തെ റിയാക്ഷൻ ഒരുതരം മാനസിക വിഭ്രാന്തിയാണെന്ന് വേണം കരുതാൻ, അല്ലേ? അതെ സർ. അല്ലെങ്കിലും അവർ ബോഡിയിലേക്ക് ഒറ്റ നോട്ടല്ലേ നോക്കിയുള്ളൂ. ഇപ്പോൾ വന്നവർ വളരെ ഡീറ്റെയിൽ ആയി പരിശോധിച്ച ശേഷമാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും മിസ്സിംഗ് കേസിൽ ഉൾപ്പെട്ടതാണോ പെൺകുട്ടി? അതെ സർ. 13 ദിവസം മുമ്പ് കാമുകനോടൊപ്പം ഒളിച്ചോടി പോയ കേസാണ്. പക്ഷേ നമ്മുടെ സർക്കിളിൽ പെടില്ല. ഓഹോ. എന്തായാലും പോസ്റ്റ്മോർട്ടം ഇനി ഇവിടെ വേണ്ട. ബോഡി എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. മറ്റു കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. സർ. അപ്പോൾ ഹമീദ്, ഡെഡ് ബോഡി ജയയുടേതല്ലെന്ന് എത്രയും വേഗം ഗീത അറിയിക്കണം. ഞാൻ കുറച്ച് ദിവസം ഈ മർഡർ കേസിന് പിന്നാലെ ആയിരിക്കും. നമുക്കത് കഴിഞ്ഞ് കാണാം. ശരി സുഭാഷ്. ഓക്കെ. ഏയ്, വെറുതെ വിളിച്ചതാ. അമ്മാമ്മ എവിടെ ഉണ്ടെങ്കിൽ നാദറ കുഞ്ഞിനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ശരി, എന്നാ വെച്ചേക്കട്ടോ. ഓ, അപ്പൊ റോക്കിയുടെ വീട്ടിലേക്കല്ല നാദര പോയത്? അല്ല, അമ്മാമ്മ അവിടെ ചെന്നിട്ട് ഒരുപാട് നാളായെന്നാ ഗ്ലാഡിസ് പറഞ്ഞത്. ചിലപ്പോ തറവാട്ടിലേക്കായിരിക്കുമോ പോയത്. അമ്മാമ്മ റോക്കിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും റോക്കി ഇഷ്ടമില്ലാത്തതുകൊണ്ട് പോകുന്നില്ലെന്നുമാ ആദ്യം പറഞ്ഞത്. പിന്നെ എന്നാത്തിനാ പെട്ടെന്ന് പോകാനിറങ്ങിയപ്പോൾ സാറ് വിട്ടത്? പിടിച്ചു വെക്കാനുള്ള എന്താ കൊച്ചുകുട്ടിയല്ലോ ആണ്? ആദ്യം പോകുന്നില്ലെന്ന് പറഞ്ഞതും പിന്നെ പോകുന്നത് പറഞ്ഞതും അവള് തന്നെ. അപ്പൊ പിന്നെ അതിൽ സംശയിക്കാനൊന്നുമില്ലല്ലോ. എന്നാലും കുഞ്ഞെവിടേക്കായിരിക്കും സാറേ പോയത്? അമ്മാമ്മയുടെ തറവാട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അവിടെ ചെന്നിട്ടില്ലെങ്കിൽ ഇനി അമ്മാവയ്ക്കൂടെ വിഷമാവും. പേടിക്കണ്ടല്ലോ, അവളെങ്കിൽ വരും. എന്തായടോ? ഇതിന്നൊരു കവള് പിടിപ്പിച്ചാല് സകല പ്രയാസങ്ങൾ പമ്പ കിടക്കും. ദേ പാറമടേ, നേരം വെളുക്കുമ്പോഴേക്ക് അവൾ എവിടെ ഉണ്ടെങ്കിലും ഉലത്തിക്കൊണ്ട് വരാന്ന് താൻ പറഞ്ഞുകൊണ്ട് മാത്രമാ പാതി വഴിക്ക് ഞാൻ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചത്. എന്നിട്ട് ഇപ്പൊ ഒരു കുപ്പി ചാരായം കുഴിച്ചെടുത്തോണ്ട് വന്നിരിക്കുന്നു. ആ കൊച്ചിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയെങ്കിൽ അത് പറയണോ? കാടല്ലേ സാറേ, മരത്തിനോടും മരപ്പട്ടിയോടും ചോദിച്ചാ പെൺകൊച്ചിനെ കുറിച്ച് വല്ല വിവരവും കിട്ടുമോ? നമ്മളല്ലാതെ ഈ കാട്ടിൽ വേറെ ആരും അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ കണ്ടത് മലയക്ഷിയായിരിക്കും. ആ, അങ്ങനൊരു സംശയം എനിക്കും ഇല്ലാതില്ല. അല്ലെങ്കിൽ പിന്നെ ഈ കാട് മുഴുവൻ കലക്കി കുടിച്ച നമ്മൾ 2 യമകിങ്കരന്മാരിന്ന് അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? എടോ, അത് അന്വേഷിക്കാനല്ലടോ താൻ പോയത്. ഞാൻ പോയിട്ട് വെറുതെ ഒന്നും ഇരുന്നില്ല സാറേ. പാറമട മൊത്തം തിരക്കി. ഒന്നുകിൽ അവള് ഉൾക്കാട്ടിൽ കഴിയുന്ന ആദിവാസി കൂട്ടത്തിൽ എത്തിക്കാണും. അതല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ കാട് കാണാൻ വന്നിട്ട് നമ്മൾ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ജീവനും കൊണ്ട് വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു പോയി കാണും. ഇല്ല പാറമട, അവൾ എങ്ങും പോയിട്ടില്ല. കാട്ടു ജന്തുക്കൾ കടിച്ചു കൊന്നില്ലെങ്കിൽ അവൾ ഈ പാറമടയിൽ തന്നെ ഉണ്ടാവും. എങ്കിൽ സാറൊരു ഊഹം പറ, എവിടെ കാണും? ഈ പാറമടയിൽ എവിടെയാണെങ്കിലും ഒക്കെ എടുത്ത് സാറിന്റെ മുമ്പിൽ കൊണ്ടുവച്ചേരാം. മതി തന്റെ വീരവാദം. തന്നെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാ കയ്യിൽ വന്ന മഹാഭാഗ്യം എനിക്കിപ്പോ നഷ്ടമാവാൻ പോകുന്നു. ഓ, പിന്നെ
നിധി കുംഭമല്ലേ, വിട്ടുകള സാറേ. ഇതല്ലെങ്കിൽ വേറൊന്നും. നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടും. ഇത് എനിക്ക് വിധിച്ചത് തന്നെയാ പാറമട. അല്ലെങ്കിൽ അവക്ക് ഇവിടെ തന്നെ വന്ന് പെടാനും തനിക്ക് എന്നെ തിരിച്ചു വിളിക്കാനും ഒന്നും തോന്നത്തില്ല. ഞാൻ വന്ന് വിളിച്ചത് മുതലാളി പറഞ്ഞിട്ടാ. പക്ഷെ സാറിന്റെ സംസാരം കേൾക്കുമ്പോൾ അവളെ ഇതിന് മുമ്പ് പരിചയമുള്ളതുപോലെ തോന്നുന്നല്ലോ. സത്യം പറ സാറേ, ഗുണമുള്ള കേസ് വല്ലതുമാണോ? അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ കടുംപിടുത്തം പിടിക്കൂടോ? ഏതായാലും താനൊന്ന് കൊണ്ടുപിടിച്ച് ശ്രമിക്കേ. അവളെ കിട്ടിയ അത് വെച്ച് നമുക്കൊരു കളിയുണ്ട്. ചില്ലറയുടേതല്ല, ലക്ഷങ്ങളുടെ കളിയാ. നല്ലോണം പേടി തട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഈ പനി മകൾ ഒറ്റ വലിക്കത് അങ്ങോട്ട് കുറുക്കി. കാട്ടുമരുന്നിട്ട് കുറുക്കിയെടുത്ത കഷായ ഏത് പനിയും പമ്പ എടുക്കും. വേണ്ട കാളിത്തള്ളേ, കയ്പുള്ള മരുന്നൊന്നും എനിക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ദേ കാട്ടിലിങ്ങനെ കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഓ, എന്നിട്ടിപ്പൊ കയ്പുള്ള മരുന്ന് പറ്റില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാ കാട്ടിലെ ജ്വരം മാറണമെങ്കിൽ ഇത് തന്നെ കുടിക്കണം. ദാ ഇതങ്ങോട്ട് കണ്ണു മുട്ടി വലിച്ചങ്ങോട്ട് കുടിച്ചാട്ടെ. വേണ്ട. ആ ദാ. ആ, 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 കുടിച്ചാ. എനിക്ക് വേണ്ട. ഇന്റെ മലദൈവേ, മരുന്നൊരു തുള്ളി വയറ്റിലെത്തിയില്ലല്ലോ. തീ പോലെ പൊള്ളുന്ന പനിയും ഉണ്ട്. ഏത് കാലമാടനാ കൊച്ചേ ഇന്നലെ നിന്റെ പിറകെ ഓടിയത്? അത് എനിക്ക് അറിഞ്ഞൂടെ കാളിത്തള്ളേ. എങ്ങനെ ഓടി ഇവിടെ എത്തിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഓ, മലദൈവം കാത്തു. ആദിവാസികളെ വല്ലതും കണ്ട മൂപ്പരെ കൊണ്ടൊരു എനലിസ് ജയിച്ചു കൊണ്ടുവരാൻ പറയാ. പേടിപ്പനി മാറാ, അതാ നല്ലത്. എന്റെ പുറകെ ഓടിയവൻ ഇവിടെയും വരൂ കാളിത്തള്ളേ? ഇവിടെ ഒരുത്തനും വരൂല. കാണിത്തുള്ളിയോട് കളിച്ചാ ചാട്ടുളി പോലെ കൂർപ്പിച്ച് വെച്ച മുളങ്കമ്പോണ്ട് കണ്ണെഴുതി കൊടുക്കുന്നറിയാ. പക്ഷേങ്കി എന്നോട് ചോദിക്കാതെ നീ ഈ കുടി വിട്ട് പുറത്തിറങ്ങരുത്. തിരിച്ചേൽപ്പിക്കുമ്പോൾ എനിക്ക് ഉത്തരവാദിത്തം. അപ്പൊ ഞാൻ പറയും പോലെ കേക്കണം. ഇല്ലെങ്കി ഇവിടെ പാർക്കാൻ നോക്കൂല. ഇല്ല കാളിത്തള്ളേ, ഇനി ഞാൻ എങ്ങും പോവില്ല, സത്യം. ഈ കാട്ടിലെ കാട്ടുമൃഗങ്ങളെയും കാട്ടുമനുഷ്യരെയും പേടിക്കണ്ട മോളെ. പക്ഷേങ്കി നാട്ടിൽ നിന്ന് ചില നെറിയോട്ടോമാരെ കയറി വരും കാട് മുടിക്കുക. ഒറ്റയാന്റെ മുമ്പിൽ പെട്ടാലും ഒരു പെണ്ണും ആ കാലമാടന്മാരുടെ മുമ്പിൽ പെടരുത്. കരയല്ലേ? ഇത് കരയില്ലേ? ജയമോക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. ഗീത കണ്ടത് നമ്മുടെ ജയമോളെ അല്ല, വേറെ ഏതൊരു കുട്ടിയുടെ ഡെഡ് ബോഡിയാണ്. വേണ്ട, എന്റെ മോളെ തിരിച്ചു കിട്ടി സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇതാണോ നീ ചെയ്ത സഹായം? ഗീത, ഞാൻ പറയുന്നത് വിശ്വസിക്കുക, അത് നമ്മുടെ ജയമോൾ അല്ല, വേറെ ഏതോ കുട്ടിയത്. എനിക്ക് എന്റെ മോളൊന്നും കൂടി കാണണം. വേണ്ട ഗീത, അത് നമ്മുടെ ജയമോൾ അല്ല. എല്ലാവരും വീണ്ടും ചെന്ന് നോക്കി, അത് വേറെ ഏതോ കുട്ടിയാ. വേണ്ട, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചേർന്ന് കള്ളം പറയാ. ഞാൻ ബോധമില്ലാതെ കിടന്നപ്പോ അവളെ അടക്കം ചെയ്തു അല്ലേ? ഇല്ല ഗീതേ, നീ കണ്ട കുട്ടിയെ അതിന്റെ ശരിക്കുള്ള അമ്മയും അച്ഛനും കൊണ്ടുപോയി. മതി, നിങ്ങൾ ആരും ഇനി ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. ഇവളല്ലേ നിങ്ങൾ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നേ? ഗീത, അതെ, ഞാൻ തന്നെയാ അത് ജയമോളല്ലാന്ന് ആദ്യം തിരിച്ചറിഞ്ഞത്. അത് സത്യവുമായി. നോക്ക്, നമ്മുടെ ജയമോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ജയമോളോ? കൊണ്ടുപോയി കൊന്നിട്ട് മരിച്ചത് ജയമോളല്ലെന്ന് പറഞ്ഞു വന്ന ഞാൻ വിശ്വസിക്കാന്ന് കരുതിയോ? പോ, പിന്നെ പറഞ്ഞു പറ്റിക്കാൻ നിൽക്കുന്ന ഗീതേ, എന്ത് ഭ്രാന്തായി കാട്ടുന്നേ?
ഇവൾ ഒരുത്തി ഉള്ളത് കൊണ്ടാ ഏതോ ഒരു കുട്ടിയെ ജയമോളാണെന്ന് കരുതി നിന്റെ വീട്ടിൽ അടക്കം ചെയ്യാതിരുന്നത്. അപ്പോ അടക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? എങ്കിൽ എന്റെ മോളെ എനിക്ക് ഇപ്പൊ കാണണം. എവിടെയാ അവളെ കെടുത്തിരിക്കുന്നത്? മോർച്ചറിയിലാണോ? ഗീതേ, ഗീത നിക്കല്ലേ പറഞ്ഞത്? എന്താ എന്താ ഇവിടെ? എനിക്ക് എന്റെ മോളുടെ ശരീരം ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ സമ്മതിക്കുന്നില്ല. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? മരിച്ചത് ജയല്ലാന്ന് നിങ്ങൾ ഇവരോട് പറഞ്ഞില്ലേ? പറഞ്ഞു ഡോക്ടർ. പക്ഷെ എത്ര പറഞ്ഞിട്ടും ഗീത വിശ്വസിക്കുന്നില്ല. എന്താ ഗീത ഇത്? മരിച്ചത് മകളല്ലാന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇല്ല ഡോക്ടർ, ഞാൻ വിശ്വസിക്കില്ല. എന്റെ മോളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് അവള് തന്നെയാ. എന്റെ മോളുടെ ശവം പോലെ എനിക്ക് തരാതിരിക്കാൻ ഇവള് ചമച്ചുണ്ടാക്കിയ കള്ളക്കഥ ഇതൊക്കെ. എന്താ ഗീത ഇത്? അതൊന്നുമല്ല. മരിച്ചത് ഗീതയുടെ മകളല്ലാന്ന് ഞാനാ പറയുന്നേ. ഒരു ഡോക്ടറെ വാക്കിനെ ഗീതയ്ക്ക് വിശ്വസിക്കാലോ? ഇല്ല, എനിക്കാരും വിശ്വാസമില്ല. എനിക്ക് എന്റെ മോളുടെ ശവം വിട്ടു തന്നാ മതി. ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. എനിക്ക് എന്റെ മോളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. എന്റെ മോള്. സഡേഷൻ ഇഞ്ചക്ഷൻ കൊണ്ടുവരൂ. നീ അങ്ങോട്ടിരി. ഇല്ല, എനിക്ക് പോണം. എന്റെ മോളുടെ അടുത്തേക്ക് എനിക്ക് പോണം. വിടന്നെ. നീ പൊയ്ക്കോ. ഹമീദൊക്കെ ഇവിടെ ഒന്ന് വന്നോട്ടെ. എന്നാ അമ്മയ്ക്ക് വിളിക്ക്. എനിക്കറിയാം അതെന്റെ മോള് തന്നെയാണെന്ന്. ഗീതേ, അങ്ങോട്ട് കിടന്നേ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. വേണ്ട, എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. എനിക്ക് എന്റെ മോളെ കണ്ടാ മാത്രം മതി. ശരി, മോളെ കാട്ടിത്തരാം. ആദ്യം ഇഞ്ചക്ഷൻ ഒന്ന് എടുക്കട്ടെ. അല്ലെങ്കിൽ മോളെ കാണുമ്പോഴേ വീണ്ടും ബോധം കെട്ട് വീണാലോ? അപ്പൊ എനിക്ക് എന്റെ മോളെ കാട്ടി തരുമല്ലേ? അതെ, സമാധാനമായി കിടന്ന് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ അനുവദിച്ച. ശരി, സമ്മതിച്ചു. ആ. വേഗം എന്നെ ഒന്ന് വിട്ടാ മതി. ആ ശരി. കഴിഞ്ഞില്ല ഡോക്ടർ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. ധൃതി പിടിച്ചാൽ എങ്ങനെയാ? ഈ ഇഞ്ചക്ഷൻ ചെയ്ത ഒരു 5 മിനിറ്റ് എങ്കിലും കിടക്കണം. അതറിയില്ലേ? ശരി, 5 മിനിറ്റ് കിടന്നോളാം. വേറെ 5 മിനിറ്റ്, അത് കഴിഞ്ഞ ഞാൻ പോവും. ഓക്കെ ഓക്കെ. പേടിക്കാനൊന്നുമില്ല. ആ ബോഡി കണ്ടതിന്റെ ഷോക്കിൽ നിന്ന് മനസ്സ് മാറിയിട്ടില്ല. അതിന്റെ ഒരു റിയാക്ഷനാ. ഒരു മയക്കം കൂടി കഴിഞ്ഞ് ഉണരുമ്പോഴേക്ക് എല്ലാം ശരിയാവും. ശരി ഡോക്ടർ. 5 മിനിറ്റ് ആയോ? എനിക്ക് പോണം. നാദിറ, എന്താ ഗീതേ? ജയമോളെ ദേവേട്ടനെ കാണിക്കണം. അവളെ എൻ്റെ അച്ഛനടക്കം ചെയ്തന്നെ തൊട്ടടുത്ത് തന്നെ അടക്കം ചെയ്യാൻ ദേവേട്ടനോട് പറയും. ഗീതയുടെ മകൾ നേരത്തെ മിസ്സിംഗ് ആയിരുന്നു അല്ലേ? അതെ, കുറച്ചാളായി ആ ഒരു മനപ്രയാസത്തിൽ കഴിയായിരുന്നു. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഷോക്കും. ഈ അവസ്ഥ അല്പം സീരിയസ് ആയി കാണേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്താ ഡോക്ടർ? മകൾ മരിച്ചു എന്ന ഉറച്ച വിശ്വാസത്തിൽ കുരുങ്ങിപ്പോയിരിക്കുകയാണ് ഗീതയുടെ മനസ്സ്. അത് മാറ്റിയെടുക്കാൻ കഴിയണം. മകളെക്കുറിച്ച് മനസ്സ് നിറയെ ആശങ്കകളുമായി കഴിയുന്നതിനിടയിൽ ആ കുട്ടിയുമായി സാമ്യമുള്ള ഒരു ഡെഡ് ബോഡി കണ്ടപ്പോൾ അത് സ്വന്തം മകളുടെ തന്നെ രൂപമായി മനസ്സിൽ തറച്ചുപോയി. ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെന്റിന് മാത്രമേ ചിലപ്പോൾ അത് മായ്ച്ചു കളയാൻ കഴിഞ്ഞെന്ന് വരൂ. അപ്പോ ഇന്നുകൂടി ഇവിടെ കഴിയട്ടെ. ഒരു പക്ഷേ ഒരു ദുസ്വപ്നം കണ്ട് ഉണർന്ന പോലെ നാളേക്ക് നോർമൽ നിലയിലേക്ക് വന്നുകൂടാന്നുമില്ല. എന്തായാലും അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോളൂ. കാരണം വയലന്റ് ആവുമ്പോൾ സഡേഷൻ നൽകുകയല്ലാതെ ഇവിടെ ഇനി ഗീതയ്ക്ക് വേറെ ഒരു ട്രീറ്റ്മെന്റും നൽകാനില്ല. എന്നാ
ശരി ഹമീദ്, ടെൻഷനൊന്നും വേണ്ട. മരിച്ചത് ഗീതയുടെ മകളല്ലാന്നറിഞ്ഞില്ലേ, അതിലാശ്വസിക്കും. ബാക്കിയൊക്കെ ക്ലിയർ ആയിക്കോളും. താങ്ക് യു ഡോക്ടർ. നാളെ ഡിസ്ചാർജ് സമയത്ത് വരാം. ഈ വിവരങ്ങൾ എന്തെങ്കിലും ജയദേവൻ അറിഞ്ഞോ നാദരെ? ഇല്ല. ഭാഗ്യത്തിന് സിഐ വിളിച്ചപ്പോൾ ഞാനാ ഫോൺ എടുത്തത്. അല്പം കഴിഞ്ഞ് അമ്മാമ്മയെ കാണണമെന്ന് കള്ളം പറഞ്ഞ് ഞാൻ ഇങ്ങി പോന്നു. അപ്പോ ജയദേവനൊന്നും അറിയിക്കേണ്ടെന്ന് തന്നെ വെച്ചു അല്ലേ? അതെ, വേറൊന്നും കൊണ്ടല്ല. മരിച്ചത് ജയ അല്ലാന്നൊരു വിശ്വാസം. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വെറുതെ ജെഡിയെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ. അതിന് ജയയുടെ കാര്യത്തില് ദേവനിപ്പോ പഴയ താല്പര്യമൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെ ആരോ പറയുന്നത് കേട്ടു. ശരിയാ, പ്രത്യക്ഷത്തിൽ ജെഡിക്കിപ്പോ ജയയുടെ കാര്യത്തിൽ പഴയ ഉത്കണ്ഠയൊന്നുമില്ല. പക്ഷേ മനസ്സിലുണ്ടാവാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. പണ്ടൊരു ചൊല്ലുണ്ട്, കണ്ണിൽ നിന്ന് മാഞ്ഞ മനസ്സിൽ നിന്ന് മായാൻ എളുപ്പമെന്ന്. ഇപ്പൊ ജയദേവന്റെ മുമ്പ് ജയയില്ലല്ലോ, നാദ്രയിലേ ഉള്ളൂ. ഗീതയെ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ച് ജെഡിയോട് വീണ്ടും ഞാൻ അടുക്കുകയാണെന്ന് നിങ്ങളൊക്കെ സംശയിച്ചു തുടങ്ങി അല്ലേ? അതല്ല നാദിര, മകളിലൂടെ മാത്രമേ ജയദേവൻ ഗീതയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂന്ന് എല്ലാവർക്കും അറിയാം. ആ സ്ഥിതിക്ക് ജയയോടുള്ള താല്പര്യം ജയദേവനെ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നാദിര മനസ്സ് വെച്ചാലും ഒന്നും നടക്കില്ല എന്നൊരു തോന്നൽ. ഇതുപോലൊരു സാഹചര്യത്തിലെങ്കിലും ജയദേവനെ കാര്യങ്ങൾ അറിയിക്കാതിരുന്ന പിന്നീട് നാദിരയ്ക്ക് അതിന് കഴിയുമോ? കഴിയും. ജയയും ജെഡിയും ഗീതയ്ക്ക് തിരിച്ചു നൽകണമെന്ന് എന്റെ ലക്ഷ്യം സാധ്യമാവണമെങ്കിൽ ഈ അവസ്ഥയിലല്ല ജെഡി സത്യങ്ങൾ അറിയേണ്ടത്. അവളെ തിരിച്ചു കിട്ടിക്കോട്ടെ, ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും. അല്ലാതെ ജെഡിയുടെ സ്വന്തം മകളാണ് ജയ എന്ന സത്യം അവൾ എവിടെയാണെന്ന് പോലും അറിയാത്ത ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനാവില്ല. അഥവാ പറഞ്ഞാലും ജെഡിയുടെ മനസ്സ് മരവിപ്പിക്കാന്നല്ലാതെ അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവില്ല. ദയവ് ഇതെന്നെ വിശ്വസിക്കണം. സോറി നാദിര, ഞാൻ നിന്നെ വിശ്വസിക്കാഞ്ഞിട്ടല്ല, എങ്കിലും മനസ്സൊന്നറിയാൻ വേണ്ടി ചോദിച്ചത് തെറ്റായിപ്പോയി. സോറി. ഏയ്, അതൊന്നും സാരമില്ല. പിന്നെ മണിയെടുത്തേക്കോ ലൈല ചേച്ചിക്കോ എന്നിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇക്ക പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാം എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാ നാദർ ഇപ്പോഴും ജെഡിയോടൊപ്പം കഴിയുന്നത്. അല്പ ദിവസങ്ങൾ കൂടെ, അത് കഴിഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാം. വരട്ടേക്ക.